മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് പുതുതായി നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും ലൈഫ് PMAY ഗുണഭോക്തൃ സംഗമവും തിങ്കളാഴ്ച നടക്കും. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനമാണ് 28-ാം തീയതി തിങ്കളാഴ്ച. അതോടൊപ്പം തന്നെ നമ്മുടെ PMAY ഗുണഭോക്താക്കളുടെ ഒരു സംഗമവും ഭരണസമിതി ആലോചിച്ചിട്ടുണ്ട്. ഏകദേശം 121 വീടുകളാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. അവരെ സംഗമവും അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കായിക വകുപ്പ്, ഹജ്ജ്, തപാൽ, റെയിൽവേ വകുപ്പ് മന്ത്രി ശ്രീ V. അബ്ദുൾ റഹ്മാനാണ്. 3 മണിക്ക് തിങ്കളാഴ്ച 3 മണിക്ക് 28-ാം തീയതി. അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കൈപ്പോങ്കൽ MLA ടൈസൺ മാഷാണ്. ബ്ലോക്ക് പഞ്ചായത്ത് 4 ഘട്ടങ്ങളിലായി അനുവദിച്ച 65 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 2191 ചതുരശ്ര അടിയിൽ കോൺഫറൻസ് ഹാൾ പണി കഴിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നാണ് നമ്മുടെ പ്രകൃതി സൗഹൃദ വികസനത്തിന് നല്ല ഉദാഹരണമായിട്ടുള്ള പെരുന്തോട് വലിയതോട് പദ്ധതി എന്ന് പറയുന്നത്. അത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നടപ്പാക്കുക, അത് ബ്ലോക്ക് പഞ്ചായത്ത് നന്നായി നടപ്പാക്കിയതിൻ്റെ ഒരു ഉദാഹരണമായി. 10-25,000 പേര് കൂടുതൽ ഒരു പ്രാവശ്യം വേണമെങ്കിൽ അത്തരം ജോലി നൽകാൻ കഴിയുന്നതുകൂടിയാണ് ഈ പദ്ധതി എന്ന് തിരിച്ചറിയേണ്ടത്. 2021 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ ലൈഫ് PMAY പദ്ധതി പ്രകാരം മതിലകം ബ്ലോക്ക് പരിധിയിൽ 924 വീടുകൾക്കാണ് ധനസഹായം നൽകിയിട്ടുള്ളത്. ഡിസംബർ അധികാരമേറ്റ് ഏകദേശം 4.5 വർഷം കഴിയുന്ന സാഹചര്യത്തിൽ ഒട്ടേറെ ജനോപകാരപ്രദമായ പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ ഹാളിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് ഏകദേശം 64 ലക്ഷം രൂപ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. ഈ ലൈഫും PMAY ഉൾപ്പെടെയുള്ള മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 7 പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഏകദേശം 1100 ചില്ലാൻ വീടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 7,45,7,609 രൂപയോളം ഈ കാലയളവിൽ ഞങ്ങൾക്ക് നമ്മുടെ പ്രദേശത്തുള്ള തലചായ്ക്കാനൊരിടം എന്ന രീതിയിലേക്ക് വീട് ഒരുക്കി കൊടുക്കാനായിട്ട് ഗ്രാമപഞ്ചായത്തുമായിട്ട് ഒരുക്കി കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി V. അബ്ദുൾ റഹ്മാൻ ആധുനിക രീതിയിൽ പണികഴിപ്പിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഭിന്നശേഷി സൗഹൃദ, അതുപോലെ പരിസ്ഥിതി സൗഹൃദ ഒരു കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് 3 തട്ടുകൾ സംയോജിപ്പിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിനുള്ളിൽ നല്ല മനോഹരമായിട്ടുള്ള കോൺഫറൻസ് ഹാൾ. തീർച്ചയായും പരിശീലനങ്ങളൊക്കെ നടക്കേണ്ട ഒരു തലം ഈ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലാണ്. ഗ്രാമത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെ ആയാലും ജില്ലാ പഞ്ചായത്തിൻ്റെ ആയാലും മറ്റു പല പദ്ധതികളായാലും കേന്ദ്ര പദ്ധതികളായാലും ഒക്കെ പരിശീലനങ്ങൾ മിക്കവാറും എല്ലാം നടക്കാൻ കഴിയുന്നത് ഈ സംവിധാനത്തിലാണ്. അതിന് ഉതകുന്ന രീതിയിൽ നല്ല കോൺഫറൻസ് ഹാളാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. E. T. ടൈസൺ MLA അധ്യക്ഷത വഹിക്കും. മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിഭാവനം ചെയ്ത ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമുള്ള പദ്ധതികൾ ജനക്ഷേമകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നീക്കിവെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്ത നൂതന പദ്ധതികൾ, സംസ്ഥാനത്ത് തന്നെ മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകൾ നടത്താത്ത നൂതന പദ്ധതികളൊന്നാണ് നമ്മുടെ ബ്ലോക്കിൽ നീന്തൽ പരിശീലന കേന്ദ്രം. ഞങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സാമൂഹ്യമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബഡ്സ് റിഹാബിലിറ്റേഷൻ സെൻറ്റർ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു. അത് തുടങ്ങുക മാത്രമല്ല, ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തൊഴിൽ പരിശീലനവും തൊഴിലുപകരണങ്ങളും കൂടി കൊടുത്ത് ഒരു കേന്ദ്രം അവർ സ്വയം തുന്നൽ പരിശീലന കേന്ദ്രം നേടുകയും തൊഴിൽശാലകൾ തുടങ്ങുകയും വരുമാനദായകരായിട്ടുള്ള അമ്മമാരായി മാറുകയും ചെയ്യുന്നു. ഇനി അവർ കൃഷിയും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത് തുടങ്ങാനിരിക്കുന്നു. അപ്പോൾ ഈ 4.5 വർഷം പിന്നിടുന്ന സാഹചര്യത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്.
E.T. ടൈസൺ MLA, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഹസ്ഫൽ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മധുരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് കൈപ്പമല മണ്ഡലത്തിൻ്റെ ആ പരിധി തന്നെയുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് നമ്മുടെ പ്രദേശം. അവിടെ 1125 കുടുംബങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പുതിയതായ വീട് വെക്കാൻ സഹായം നൽകിയ സംസ്ഥാനത്തെ ഏക ബ്ലോക്ക് പഞ്ചായത്താണ്. അവരുടെ സംഘവും കൂടി ഈ സാമ്പത്തിക വർഷം മാത്രം 112 പേര് കൊടുക്കുന്നുണ്ട്. വലിയ ബൃഹത് പദ്ധതിയാണത്. എല്ലാവരും നല്ല പബ്ലിസിറ്റി കൊടുക്കാൻ എല്ലാ സഹായിക്കാം. 1125 ഈ അക്ഷയ തൃതീയ നാളിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ഏപ്രിൽ 28, 29, 30 തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ 25% ഡിസ്കൗണ്ട്. കൂടാതെ 6 മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം 0% പണിക്കൂലിയിൽ. ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നിയർ വൈമാൾ, തൃപ്രയാർ. You're watching True Line News.